അങ്ങനെ ഇന്ത്യയുടെ അഹങ്കാരം മാറിക്കിട്ടി. സൗത്ത് ആഫ്രിക്കത്തിൽ ഇന്ത്യ കളി തോറ്റിരിക്കുകയാണ്. തിലകിനെയോ അഭിഷേകിനെയോ മാറ്റി സഞ്ജുവിനെ ഇറക്കണമെന്നാണ് ആരാധകർ പറഞ്ഞത്. ഈ ഒരു ചോദ്യത്തിന് സൂര്യകുമാർ കളിയാക്കിയാണ് മറുപടി കൊടുത്തത്. സഞ്ജുവിനെ ഒന്നും ഒരിക്കലും ഇറക്കില്ലെന്നാണ് സൂര്യകുമാറിന്റെ മുഖഭാവം. ഇപ്പോഴത്തെ ഇന്ത്യ കളി തോറ്റപ്പോൾ സൂര്യക്ക് ശരിക്ക് കാര്യം മനസ്സിലായി. ഇന്ന് ഇന്ത്യൻ ടീമിനെ തോൽവിയിലേക്ക് നയിച്ച 5 കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്ക 157 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് ഈ റൺസ് മറികടക്കാൻ സാധിച്ചില്ല. ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ച ആദ്യത്തെ കാരണം അത് ബാറ്റിംഗ് ആണ്. നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. ഇഷാൻ കിഷൻ ഡെക്കിലാണ് പുറത്തായത്. ബാറ്റിംഗിൽ ഇന്ത്യ അമ്പെ പരാജയപ്പെട്ടു. മറ്റൊരു കാരണം നോക്കിയാൽ അത് സഞ്ജുവിനെ ഇറക്കാതെ തന്നെയാണ്. ഗ്രൂപ്പ് സ്റ്റേജ് നോക്കിയാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വളരെ മോശമായിരുന്നു. എന്നിട്ടും സഞ്ജുവിനെ ഒരു അവസരം സൂര്യകുമാർ കൊടുത്തില്ല. ഇതാണ് ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ച രണ്ടാമത്തെ കാരണം. അടുത്തൊരു കാരണം നോക്കിയാൽ അത് അഭിഷേകിന്റെ ഫോം ഔട്ടാണ്. കഴിഞ്ഞ 3 മാച്ചിലും ഡെക്കിലാണ് അഭിഷേക് പുറത്തായത്. ഇത്രയും ഫോം ഔട്ട് ഒരു താരത്തെ വീണ്ടും പ്ലേയിങ് ലെവലിൽ കളിപ്പിച്ചത് സൂര്യ ചെയ്ത വലിയൊരു മണ്ടത്തരമാണ്. എന്തുകൊണ്ടും അഭിഷേകിന് പകരം സഞ്ജുവിനെ ഇറക്കാമായിരുന്നു. അടുത്തൊരു കാരണം നോക്കിയാൽ അത് ഇന്ത്യയുടെ ബൗളിംഗ് ആണ്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ഒരു 150 റൺസിൽ ഒതുക്കണമായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് അതിന് സാധിച്ചില്ല. തുടക്കത്തിൽ മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചെങ്കിലും അവസാനമാകുമ്പോഴേക്കും സൗത്ത് ആഫ്രിക്ക നല്ല സ്കോറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാരണം നോക്കിയാൽ അത് തിലക് വർമ്മയാണ്. വേൾഡ് കപ്പിൽ തിലക് വർമ്മ ടെസ്റ്റാണ് കളിക്കുന്നത്. എന്നിട്ടും തിലകിനെ സൂര്യകുമാർ മാറ്റിയില്ല. ഇന്ന് തിലക് 1 റൺസ് എടുത്താണ് ഔട്ടായത്. തിലകിന് പകരം 1 ഡൗണിൽ സഞ്ജുവിനെ കളിപ്പിക്കാമായിരുന്നു. 1 ഡൗണിൽ മികച്ച കളി സഞ്ജു കാഴ്ചവെക്കാറുണ്ട്. ഒരുപാട് മണ്ടത്തരങ്ങൾ ഇന്ന് ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ ഇന്ത്യ അത് തിരുത്തി മികച്ച കളി കാഴ്ചവെക്കുമെന്ന് നമുക്ക് കരുതാം. സഞ്ജുവിനെ ഇറക്കാഞ്ഞത് ഇന്ത്യ ചെയ്തത് തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.